അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രീസിന് ശേഷം ജോഫിൻ ഡി ജാക്കിയുടെ ഡയറക്ഷനിൽ ആസിഫ് അലി, അനശ്വര രാജൻ, മനോജ് കജേൻ എന്നിവർ പ്രധാന കഥാപാത്രമായി വഹിക്കുന്ന ഏറ്റവും പുതിയ ക്രൈം ഡ്രാമ മൂവിയാണ് രേഖാചിത്രം. അന്വേഷണത്തിന്റെ ഭാഗമായി ആസിഫിയുടെ കഥാപാത്രമായ വിവേക് ഗോപിനാഥിന് ഒരു അസ്ഥിക്കൂടം ലഭിക്കുകയും അതിനെ തുടർന്നുള്ള അന്വേഷണവുമാണ് സിനിമയുടെ ബേസിക് സ്റ്റോറി ലൈൻ ആയിട്ട് വരുന്നത്. ഒരു സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയുടെ ചട്ടക്കൂടിൽ നിൽക്കാതെ വളരെയധികം പതിഞ്ഞ താളത്തിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും ടൈം എടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഥ പതിയെ അൺട്രാവൽ ചെയ്യാനാണ് സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയായ ജോഫിൻ ഈ സിനിമയിലൂടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഹാഫ് വരെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാഴ്ചയും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വലിയ പുതുമയൊന്നുമില്ലാത്ത കഥയായിട്ട് കൂടി അതിന്റെ ഒരു പരിധിവരെയുള്ള എക്സിക്യൂഷൻ എനിക്ക് ഫസ്റ്റ് ഹാഫ് വരെ വളരെയധികം എഫക്റ്റീവായി തന്നെ തോന്നിയിട്ടുമുണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ സിനിമ ഒരു ഫ്ലാഷ് ബാക്ക് സീനിലേക്ക് പോവുകയും കുറച്ചധികം ഡ്രാഗ് ആവുന്ന കാഴ്ചയും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് വരെ നല്ല രീതിയിൽ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ സോണിൽ പോയിരുന്ന സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ കുറച്ച് ഇമോഷണൽ കണക്റ്റും അതോടൊപ്പം തന്നെ മറ്റ് ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷനും കൂടി സിനിമ കുറച്ചുകൂടി ആർട്ടിഫിഷ്യൽ ആവുന്ന കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തുന്നതിന്റെ ഒരു 15 മിനിറ്റ് എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആവുന്ന കാഴ്ചയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ അനശ്വര രാജന്റെ രേഖ എന്ന കഥാപാത്രം വളരെയധികം ചാമിങ്ങും അതോടൊപ്പം തന്നെ എനർജറ്റിക്കുമായി തന്നെ അവർ ആ ക്യാരക്ടറിനെ വളരെ ഈസിയായി തന്നെ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മനോജ് കെ ജയൻ ചെയ്ത വില്ലൻ കഥാപാത്രം സിനിമയിൽ അത്ര കണ്ട് എഫക്റ്റീവായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അദ്ദേഹം പെർഫോമൻസിൽ മോശമാക്കിയില്ലെങ്കിൽ പോലും സിനിമയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കാതെ പോയത് വളരെയധികം നെഗറ്റീവായി തന്നെ സിനിമയെ ബാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അവസാനമായി ആസിഫ് അലി ചെയ്ത വിവേക് ഗോപിനാഥ് എന്ന കഥാപാത്രം അദ്ദേഹത്തിന് വളരെയധികം ടൈലർ മെയ്ഡായി തന്നെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് ഒട്ടും മോശമാക്കാതെ തന്നെ അദ്ദേഹം പെർഫോം ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ. സിനിമയുടെ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ എല്ലാം വളരെ ഡീസൻ്റ് ആയി തന്നെയായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അപ്പു പ്രഭാകറിന്റെ സിനിമാറ്റോഗ്രാഫി ആയിരുന്നാലും ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ് ആയിരുന്നാലും എസ്പെഷ്യലി മുജീബ് മജീദിന്റെ മ്യൂസിക് ആയാലും സിനിമയെ നല്ല തന്നെ ഹെൽപ്പ് ചെയ്ത് നിർത്തുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇൻ കൺക്ലൂഷൻ, മലയാള സിനിമയിൽ അത്ര കണ്ട് പരിചിതമല്ലാത്ത ഓൾട്ടർ ഹിസ്റ്ററി എന്ന പുതിയൊരു കഥ പറച്ച രീതി ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്തു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അത്ര കണ്ട് പുതുമയില്ലാത്തൊരു കഥയിലൂടെ എന്നാൽ ഒട്ടും മോശമാകാതെ തന്നെ അവയെല്ലാം ചെയ്തു വെക്കാനാണ് ഡയറക്ടർ കൂടിയായ ജോഫിൻ ഈ സിനിമയിലൂടെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിന് ഒരു പരിധിവരെ സാധിച്ചെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിലെ കുറച്ച് ഫ്ലോസ് എല്ലാം വളരെ എവിഡൻ്റ് ആയി കാണാൻ സാധിച്ചത് കൊണ്ട് തന്നെ ഒരു ആവറേജ് അനുഭവമായിട്ടാണ് രേഖാചിത്രം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം മറ്റൊന്നായിരിക്കാം. അതെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.